നിങ്ങൾക്ക് രണ്ട് ചോദ്യത്തിന് മറുപടി പറയാതെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, സ്ട്രേറ്റ് ടു യു. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്ന്, ഇന്ന് BJP-യുടെ നേതാവ് ശിവരാജൻ പറഞ്ഞ ഇന്ത്യയുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന, ഇന്ത്യ അംഗീകരിച്ച ഇന്ത്യയുടെ ദേശീയ പതാകയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയിൽ നിന്ന് RSS ഉയർത്തുന്ന കാവിക്കൊടിയായി മാറ്റണം എന്ന് BJP-യുടെ നേതാവ് പറഞ്ഞ പ്രതികരണത്തോട് ഇന്ത്യയുടെ ദേശീയത ഉയർത്തി രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന BJP-യുടെ പ്രതിനിധിയായ നിങ്ങൾക്ക് യോജിക്കാനാവും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ സഭ ചർച്ച ചെയ്ത് 1950 ജനുവരി 26 അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂറോ വിശ്വസ്തതയോ വിശ്വാസമോ ഉണ്ടോ എന്ന് നിങ്ങൾ തുറന്ന് ഈ ചർച്ചയ്ക്കകത്ത് പറയേണ്ടതായിരിക്കും. ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് എത്ര നാൾ BJP-ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇന്ത്യയുടെ ഭരണഘടന അമെൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ BJP-യുടെ ചിരകാല സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള മൂവ്മെന്റ് ആണല്ലോ രാജ്യത്താകെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർക്കരണം. ആ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാനാവും? ഈ ഗവർണർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തിയാന്ന് പറഞ്ഞു. ഒന്ന് ഹൈക്കോടതി പോകണം പ്ലീസ്, ഇതിന്റെ ഒരു അപേക്ഷയാണ്. ഒന്ന് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം അവിടെ ഭാരതാംബയുടെ ഫോട്ടോ വെക്കുന്നതിനെതിരെ ഒന്ന് ഹൈക്കോടതി പോകണം. ഒരു കാര്യത്തിൽ എനിക്ക് ഏതായാലും സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഗവർണർ ഭരണഘടന പഠിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഹൈക്കോടതിയിലേക്ക് പോകണം എന്നാണ്. ഇപ്പോൾ ഏതായാലും അഖണ്ഡ ഭാരതത്തിൽ പാകിസ്ഥാൻ കൂടി ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് പോകണം എന്നിപ്പോൾ BJP-യുടെ പ്രതിനിധി പറയുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. എന്താ ഇവർ ഈ രാജ്യത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുൽവാമയെ പറ്റി നിരന്തരം പറയുന്നവർ, ഭീകരാക്രമണങ്ങളെ പറ്റി നിരന്തരം പറയുന്നവർ, മത തീവ്രവാദത്തെ പറ്റി നിരന്തരം പറയുന്നവർ, ആ മതതീവ്രവാദത്തിന്റെ എക്കാലത്തെയും സ്പോൺസറായ പാകിസ്ഥാനെ കൂടി ചേർത്ത് വെക്കുന്ന അഖണ്ഡ ഭാരത സങ്കല്പത്തെ പറ്റി വാദോരാതെ സംസാരിക്കുകയാണ്. എത്ര മനോഹരമായ സങ്കല്പത്തെ പറ്റിയാണ് BJP-യുടെ പ്രതിനിധി പറയുന്നത്. ഏതായാലും ഈ വിവാദം BJP-യുടെ യഥാർത്ഥ RSSന്റെ അജണ്ട രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന വിവാദമായി മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ഈ ചർച്ചയുടെ മുഴുവൻ സമയവും അങ്ങ് ദയവ് ചെയ്ത് BJP പ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കണം എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ചർച്ച കേൾക്കുന്ന കേരളത്തിലെയും രാജ്യത്തെയും മുഴുവൻ മനുഷ്യർക്കും, മലയാള ഭാഷ മനസ്സിലാവുന്ന മുഴുവൻ മനുഷ്യർക്കും എന്താണ് BJP എന്ന് വളരെ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊന്നും പറയാതെ തന്നെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയെ തുറന്നു കാട്ടാതെ തന്നെ BJP-യുടെ ആശയം തുറന്നു കാട്ടാതെ എന്താണ് BJP എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ തുറന്നു കാട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭരണഘടനാ സഭയിൽ ഉണ്ടായിരുന്നല്ലോ. എന്റെ അറിവിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അതിന്റെ അകത്ത് കയറ്റിയിട്ടില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാരണം ഭരണഘടനാ സഭയെ സംബന്ധിച്ചാണ്. ഭരണഘടനാ സഭയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അദ്ദേഹം ചരിത്രം നന്നായി പഠിക്കുന്ന ആളാണ് എന്ന് ചരിത്രം കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന് ചരിത്ര അനാവർത്തനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1934 MN റോയ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ സമിതി വേണം എന്ന് നിർദ്ദേശം ആദ്യമോ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ ഏതായാലും BJP പ്രതിനിധി വളർന്നിട്ടുമില്ല. BJP പ്രതിനിധിയിൽ നിന്ന് ദേശീയത, ഇന്ത്യൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കേണ്ട ഗതികേട് കേരളത്തിലെയോ രാജ്യത്തെയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിട്ടുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിൽ ആ സ്വാതന്ത്ര്യം ആഘോഷിച്ച് AKG ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ്